ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണല്ലോ. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഡയറക്റ്റായിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ വരും. ഡിഫൈൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ് പോലുള്ള. അതിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അഡീഷൻ ഓഫ് ഓക്സിജൻ, അത് ഓക്സിഡേഷനാണ്. അല്ലെങ്കിൽ ലോസിങ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നതും ഓക്സിഡേഷൻ തന്നെയാണ്. മൂന്നാമത് നോക്ക്, അഡീഷൻ ഓഫ് മോർ ഇലക്ട്രോ നെഗറ്റീവ് സ്പീഷീസും എന്തെന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഓക്സിഡേഷൻ. അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓഫ് ഓക്സിഡേഷൻ നമ്പറും ഓക്സിഡേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ലോസിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിഡേഷൻ. ക്ലിയർ? ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നതിന് ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഇപ്പം ഞാനുണ്ട്, ഓക്സിജൻ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്, ഒരു എലമെൻറ്റ് മോർ ഇലക്ട്രോ നെഗറ്റീവാണ്. അയാൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ 2 ഇലക്ട്രോൺ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങും. അപ്പോൾ എനിക്ക് ഇലക്ട്രോൺ എന്തായി? നഷ്ടമായി. അങ്ങനെയാണ് അഡീഷൻ ഓഫ് ഓക്സിജൻ എന്തായത്? ഓക്സിഡേഷനായി. ആ സമയത്ത് ലോസിങ് ഓഫ് ഇലക്ട്രോൺ ആണ്, അപ്പോൾ ഓക്സിഡേഷനാണ്. ക്ലിയർ? ഇനി ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ എന്ത് കൂടും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതും എന്തെന്നാണ്? ഓക്സിഡേഷൻ. എപ്പോഴാണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുക? മോർ ഇലക്ട്രോ നെഗറ്റീവായ ആറ്റം വരുമ്പോൾ. അതിനെയാണ് നമ്മൾ അഡീഷൻ ഓഫ് മോർ ഇലക്ട്രോ നെഗറ്റീവ് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിഡേഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കേ. ZNലേക്ക് ഓക്സിജൻ വരുമ്പോൾ ZNO ആയി. അപ്പോൾ സിങ്കിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ. കാരണം അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഇനി സിങ്കിന്ന് 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ Zn2+ ആയി. ആ ലോസിങ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺ ആണ് ഓക്സിജൻ സ്വീകരിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്തത്, സോഡിയത്തിലേക്ക് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ആറ്റം ആഡ് ചെയ്യപ്പെടുമ്പോൾ ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ സോഡിയം ഇലക്ട്രോൺ കൊടുക്കണ്ടേ? അപ്പോൾ സോഡിയത്തിന് ഇലക്ട്രോൺ നഷ്ടമായില്ലേ? അതും എന്തെന്നാണ്? ഓക്സിഡേഷൻ. ഇനി സിങ്ക് നോക്ക്, Zn2+ ആയിട്ട് മാറുക. ഇൻക്രീസിങ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ആണ്. അതും എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഓക്സിഡേഷൻ. സിമ്പിളാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് വരുന്നത്? റിഡക്ഷൻ വരുന്നത്. അഡീഷൻ ഓഫ് ഓക്സിജൻ എന്നുള്ളത് ഇതിലേക്ക് വരുമ്പോൾ എന്തായി? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ എന്തായി? റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മതി. രണ്ടിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മളിവിടെ ലോസിങ് ഓഫ് ഇലക്ട്രോൺ അല്ലേ പറഞ്ഞത്? ഇതിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താവും? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത്. ഇനി റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് സ്പീഷീസ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ്. ഇവിടെ എന്തായി? റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് സ്പീഷീസ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻക്രീസിങ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ആണെന്ന്. ഇവിടെ എത്തുമ്പോൾ അതെന്തായി? ഡിക്രീസിങ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എല്ലാം കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ക്ലിയർ? ഇനി രണ്ടാമത് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കേ. എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്, എന്താണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സിങ്ക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ZNO ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? സിങ്ക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ZNO ആയിട്ട് മാറി. അങ്ങനെ വരുമ്പോൾ നോക്ക്, സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്നു. ദാറ്റ് മീൻസ് അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അതേ നമ്പർ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ന്യൂട്രലൈസ് ചെയ്തു പോയി. ഈ ഓക്സിജൻ ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതേ നമ്പർ പ്രോട്ടോൺ ഉണ്ട്. എന്നാൽ ZNO ആയി മാറുമ്പോൾ സിങ്ക് 2 ഇലക്ട്രോൺ ഓക്സിജന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിങ്കിന് 2 ഇലക്ട്രോൺ നഷ്ടമായി. അപ്പോൾ +2, ഓക്സിജന് 2 ഇലക്ട്രോൺ കിട്ടി, -2. ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നോക്ക്, സിങ്ക് 0 ഒന്ന് +2ലേക്ക് മാറി. ദാറ്റ് മീൻസ് ഇൻക്രീസിങ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഓക്സിജൻ ഇവിടെ 0 ഒന്ന് -2ലേക്ക് മാറി. ദാറ്റ് മീൻസ് ഡിക്രീസിങ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിഡക്ഷൻ. ഇനി ഈ സിങ്ക് ഇവിടെ ഓക്സിഡേഷനിൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്തത് കൊണ്ടല്ലേ ഈ ഓക്സിജന് ഇലക്ട്രോണിനെ കിട്ടിയത്? സിങ്ക് ലോസ് ചെയ്ത ഇലക്ട്രോൺ ആണ് ആർക്ക് കിട്ടിയത്? ഓക്സിജന് ഇലക്ട്രോണ് കിട്ടിയത്. അപ്പോൾ ഈ ഓക്സിജന് റിഡക്ഷൻ നടക്കാൻ കാരണക്കാരനായത് സിങ്ക് അല്ലേ? സിങ്ക് ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ്, അഥവാ സിങ്ക് ഇലക്ട്രോണിനെ ലോസ് ചെയ്തതുകൊണ്ടാണ് ഓക്സിജൻ ഇലക്ട്രോണ് കിട്ടിയത്. അപ്പോൾ സിങ്ക് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇയാൾ റിഡക്ഷനെ സഹായിച്ച സ്പീഷീസ് ആയിട്ട് സിങ്ക് ആക്ട് ചെയ്യും. അപ്പോൾ അയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? റെഡ്യൂസിങ് ഏജന്റ്.
കാരണം സിങ്ക് ആണ് ഓക്സിജന്റെ റിഡക്ഷനെ സഹായിച്ചത്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് അഥവാ റിഡക്ടന്റ് എന്നാണ് വിളിക്കാറുള്ളത്. റെഡ്യൂസിങ് ഏജന്റ് അഥവാ റിഡക്ടന്റ്. ക്ലിയർ. ഇനി ഈ ഓക്സിജൻ റിഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്തുകൊണ്ടാ? സിങ്ക് ഇലക്ട്രോൺ കൊടുത്തതുകൊണ്ട്. തിരിച്ചു പറഞ്ഞാലോ, ഈ നോക്ക്, ഈ ഓക്സിജൻ വാങ്ങിയത് കൊണ്ടല്ലേ ഇയാൾക്ക് ഇലക്ട്രോൺ നഷ്ടമായത്. ക്ലിയർ. അപ്പോൾ ഇയാളെ ഓക്സിഡൈസ് ചെയ്യാൻ സഹായിച്ചത് ഓക്സിജൻ അല്ലേ. അപ്പോൾ അയാളെ നമ്മൾ എന്ത് വിളിക്കും? ഓക്സിഡൈസിങ് ഏജന്റ്. ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോസ് oxidation in a redox reaction, that is what is called reducing agent. The species which undergoes reduction in a redox reaction, that is what is called oxidizing agent or oxidant. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ എക്സാമിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്ക് കിട്ടാതിരിക്കാനുള്ള രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, നമ്മൾ പഠിക്കാത്ത അവസ്ഥ. തീരെ പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. രണ്ടാമത്തെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ പഠിച്ചതിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മ, കൺഫ്യൂഷൻ ഉണ്ടാക്കും. നമുക്ക് അറിയാമെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമുക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, എന്താണോ പഠിക്കുന്നത് അത് വൃത്തിക്ക് പഠിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. മറ്റിനെ പറ്റി ഒഴിവാക്കുക. പഠിക്കാത്ത സാധനത്തിന് നമ്മൾ എങ്ങനെ തലകുത്തി പറഞ്ഞാലും ആൻസർ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്താണോ പഠിക്കുന്നത് അത് ക്ലാരിറ്റിയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. വൈ ഈസ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ? ഈ റിയാക്ഷൻ എന്തുകൊണ്ടാണ് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിട്ട് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. എങ്ങനെ ഓക്സിഡേഷൻ റിയാക്ഷനെ തിരിച്ചറിയാം? നിങ്ങൾ നോക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഓക്സിഡേഷൻ. അതിൽ എന്തെങ്കിലും ഒന്ന് ഇവിടെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഇതിനെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ. അപ്പോൾ നോക്ക്, ഈ CH4ലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യപ്പെടല്ലേ എവിടെ ചെയ്യുന്നത്? അപ്പോൾ ഓക്സിജൻ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹൈഡ്രജന് പകരമായിട്ട് ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് ഇതിനെ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ പറയും. അത് നമുക്ക് വൃത്തിയിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അഡീഷൻ ഓഫ് ഓക്സിജൻ ഒബ്സർവ്ഡ് ഇൻ CH4. ഈ CH4ലേക്ക് ഓക്സിജൻ അഡീഷൻ നമ്മൾ കാണുന്നുണ്ട്, ഒബ്സർവ് ചെയ്തു. അതുകൊണ്ട് ഇതെന്തായിട്ട് കൺസിഡർ ചെയ്യും? ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ചോദിച്ചത് സിമ്പിളാണ്. ഈ റിയാക്ഷൻ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? സിമ്പിളായിട്ട് ആൻസറും പറഞ്ഞു. CH4ലേക്ക് ഓക്സിജൻ ആഡ് ചെയ്തത് കാരണം ഇത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. ക്ലിയർ. ഇനി നോക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് അണ്ടർലൈൻഡ് എലമെന്റ്? ഈ അണ്ടർലൈൻ ചെയ്ത, ഇപ്പോൾ KMnO4 ഉണ്ട്, അതിൽ മാംഗനീസിന്റെ താഴെ അണ്ടർലൈൻ ഉണ്ട്. K2Cr2O7 ക്രോമിയത്തിൽ അണ്ടർലൈൻ ഉണ്ട്. C3O2 കാർബൺ സബോക്സൈഡ് എന്നാണ് അതിന്റെ പേര്. അതിൽ കാർബണിന്റെ താഴെ ഒരു റെഡ് മാർക്കിംഗ് ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്. ഈ അണ്ടർലൈൻഡ് എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്ക് നോക്കാം. KMnO4 ഈസ് എ ന്യൂട്രൽ കോമ്പൗണ്ട്. അപ്പോൾ ഇതിലെ കൺസ്റ്റിറ്റ്വന്റ് അയോൺസിനെ സം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ചാർജസ് സം ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 0 കിട്ടണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പൊട്ടാസ്യം, ഇവിടെ പൊട്ടാസ്യം ഉണ്ട്, സാധാരണ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേ കാണിക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം എല്ലാം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. കാരണം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ അതിനൊരു +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. അതുകൊണ്ട് സാധാരണ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളൊക്കെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. മാംഗനീസിൻ്റെതാണ് നമുക്ക് കാണാനുള്ളത്, അത് നമുക്ക് അറിയൂല. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? X കൊടുത്തു. ഓക്സിജൻ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോണുള്ള ആളാണ്. അയാൾ എപ്പോഴും 2 ഇലക്ട്രോണുകളും കൂടി ആഡ് ചെയ്ത് 8 ആക്കി മാറ്റാനാണ് ശ്രമിക്കുക. അപ്പോൾ 2 ആഡ് ചെയ്യുമ്പോൾ -2. അപ്പോൾ ഓക്സിജൻ സാധാരണ -2 ആണ് കാണിക്കുക. ഇനി നമുക്ക് ഓക്സിഡേഷൻ നമ്പറിൽ ഒരു റൂൾ ഉണ്ട്. ദ സം ഓഫ് ദ ചാർജസ് ഓഫ് ഇൻഡിവിജ്വൽ അയോൺസ് പ്രസന്റ് ഇൻ എ ന്യൂട്രൽ കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു 0. ഇതിലെ ഇൻഡിവിജ്വൽ അയോണുകളുടെ ചാർജുകളുടെ സമ്മ് ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ബേസിസിൽ നമ്മൾ നോക്ക്, ഒരു പൊട്ടാസ്യം ആണുള്ളത്. അപ്പം ഞാൻ 1 എടുത്തു, പ്ലസ് മാംഗനീസിൻ്റെ ചാർജ് നമുക്കറിയില്ല X.
ഓക്സിജന്റെ ചാർജ് നമുക്കറിയാം -2 ആണ്. അങ്ങനത്തെ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ചാർജസ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം. അപ്പോൾ 1 + x + -2 × 4 = 0. അത് 1 + x - 8 = 0. അപ്പോൾ x എത്ര ആയിരിക്കും? x - 7 = 0. x +7. അപ്പോൾ ഇവിടുത്തെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരുന്നത്? +7. ഒറ്റ പോയിന്റിന്റെ ബേസിസിലാണ് കേട്ടോ പറയുന്നത്. ഇതൊരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്, ചാർജ് ഇല്ലാത്ത കോമ്പൗണ്ട് ആണ്. അതിലെ ഇൻഡിവിജ്വൽ അയോണുകളുടെ ചാർജുകളുടെ സം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും എന്നുള്ളതിന്റെ ബേസിൽ ഡെവലപ്പ് ചെയ്ത മാത്തമാറ്റിക്സ് ആണത്. ഇപ്പോൾ K2Cr2O7 എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റാ, അപ്പോൾ +1. ക്രോമിയം നമുക്ക് അറിയൂല, എക്സ് കൊടുത്തു. ഓക്സിജൻ -2 ആണ്. അപ്പോൾ ഇതിന്റെ നോക്ക് നിങ്ങൾ, 2 പൊട്ടാസ്യം ഉണ്ട്, അപ്പോൾ 2 × 1 ഇതിന്റെ ചാർജ് പ്ലസ് ക്രോമിയത്തിന്റെ ചാർജ് 2x, കാരണം 2 ക്രോമിയം ഉണ്ട്, ചാർജ് നമുക്ക് അറിയില്ല, അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. പ്ലസ് ഓക്സിജൻ എത്ര വരുന്നത്? -2. അപ്പോൾ 2 × 7 -2 × 7 അതിന്റെ എല്ലാം കൂടി സമ്മ് 0 ആയിരിക്കും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x +6 എന്ന് കിട്ടും. ബാക്കി മാത്തമാറ്റിക്സാ. അപ്പോൾ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തത് കാർബൺ സബോക്സൈഡ് C3O2. ഇത് നോർമലി 2 രൂപത്തിൽ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാറുണ്ട്. ഫ്രാക്ഷൻ ആയിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാറുണ്ട്. എക്സാക്ട് ഫ്രാക്ഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറില്ല, എന്നാലും NCERT ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്. ഞാൻ 2 കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് C3O2ൻ്റെത് കാർബണിൻ്റെ നമുക്കറിയില്ല എക്സാ, ഓക്സിജൻ്റെത് -2 ആണ്. അതുവഴി നമ്മൾ നോർമൽ മാത്തമാറ്റിക്കൽ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കാർബൺ ഉണ്ട്, അപ്പോൾ 3x പ്ലസ് ഓക്സിജൻ -2 ആണ് കാണിക്കുക, -2 × 2 = 0. 3x - 4 = 0. x = 4/3. ഫ്രാക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എങ്ങനെയാണ് ഫ്രാക്ഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ C3O2നെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി നോക്കാം. ഓക്കെ, നോക്ക്, C3O2 ഇങ്ങനെ വരുന്നത്, 2 ഓക്സിജൻ 2 അറ്റത്തും 3 കാർബണും. നിങ്ങൾ നോക്ക്, ഓക്സിജൻ ഉണ്ട്, 2 ബോണ്ട് ഉണ്ട്, കാർബൺ ഉണ്ട്. ഇതിൽ ആരാ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്? ഓക്സിജൻ ആണോ കാർബൺ ആണോ? ഓക്സിജൻ ആണ്. അപ്പോൾ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണെ രണ്ടാളും, ഈ 2 ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണെ ഇതിങ്ങോട്ട് വലിക്കും, ഓക്സിജൻ വലിക്കും. അപ്പോൾ അതിന്റെ ചാർജ് എന്തായിരിക്കും? -2. അപ്പോൾ ഇതിന് എന്ത് വരും? +2. നോക്ക്, ഈ കാർബണും തമ്മിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് 0 ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഉണ്ടാവില്ല. അപ്പോൾ അത് 0 വരും. ക്ലിയർ? ഈ കാർബണിന് 2 ഇലക്ട്രോണിനെ ഈ ഓക്സിജൻ വലിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിന് -2 വരും, ഇതിന് എന്ത് വരും? +2. ക്ലിയർ? ഇതാണ് സംഭവം. ഇനി നോക്കേ, ഈ 3 കാർബണിന്റെയും കൂടി ചാർജ് എത്ര? 2 + 0 + 2 4 അല്ലേ? ഇതിന്റെ ആവറേജ് എടുത്താൽ എന്ത് വന്നു? 4/3. അതാണ് ഇവിടെ കൊടുത്തത്. മനസ്സിലായോ? അതേ സമയത്ത് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഓരോ കാർബണിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ 2 എണ്ണം +2ലും 1 എണ്ണം 0ലും കൃത്യമായിട്ട് പറയേണ്ടി വരും. അതേസമയത്ത് ബോർഡ് മോഡൽ എക്സാമിനൊക്കെ ജസ്റ്റ് 4/3 എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ്. നോക്ക്, ടോട്ടൽ ചാർജ് 4 ആണ്, 3 ആൾ ഷെയർ ചെയ്ത് എടുക്കുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ? ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ആണ്, അവിടെ വളരെ പ്രിസൈസ് ആയിട്ട് കുറഞ്ഞ സിലബസ് പഠിച്ചു വന്നവരാണ്. ഇപ്പോൾ അത് ബിഗ് സിലബസിലേക്ക് വന്നപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വളരെ കൂളായിട്ട് ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യാൻ പഠിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക. പരമാവധി ക്വസ്റ്റ്യനുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ കാണുന്നത് അത് വൃത്തിക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മാർക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി അതാണ്. ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണേ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഈ റിഡോക്സ് റിയാക്ഷൻ്റെ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. 4 ഡിഫറെൻറ്റ് ടൈപ്പ് റിഡോക്സ് റിയാക്ഷനുകൾ പ്രസൻ്റ് ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. 4 ഡിഫറെൻറ്റ് ടൈപ്പ് റിഡോക്സ് റിയാക്ഷനുകളുണ്ട്. അതിൽ ഏതാണ് ഇത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നോക്ക്, മാഗ്നീഷ്യം നൈട്രജനും കമ്പൈൻ ചെയ്ത് Mg3N2 ആയി മാറിയതാണ്. 2 ഡിഫറെൻറ്റ് റിയാക്ടൻറ്റുകൾ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അത് റിഡോക്സ് റിയാക്ഷൻ ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വിച്ച് കം അണ്ടർ കോമ്പിനേഷൻ റിയാക്ഷൻ. ക്ലിയർ? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? 2 or more റിയാക്ടൻ കമ്പൈൻ ടു ഫോം
a single two or more reactant combines to form a single product. That is what is called combination reaction. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. കിട്ടി? Then the displacement reaction of chlorine, bromine, iodine does not carried out by using fluorine in aqueous solution. Give the reason. സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇപ്പം നമ്മളേ ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ്, സോഡിയം ബ്രോമൈഡ്, സോഡിയം അയഡൈഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. അത് നമ്മളൊരു അക്വ സൊല്യൂഷൻ എടുത്തു, വെള്ളത്തിലെടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഫ്ലൂറൈഡ് അയോണുള്ള ഒരു സ്പീഷീസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എഫ് മൈനസ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആരാ? ഫ്ലൂറിൻ. അയാളല്ലേ ഹൈലി റിയാക്റ്റീവ്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ക്ലോറിനെയും ബ്രോമിനെയും അയഡിനെയും റീപ്ലേസ് ചെയ്യണം. ഇതാണ് സംഭവം. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ലെസ് റിയാക്റ്റീവ് ആയതിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇവർ ചോദിച്ച ക്വസ്റ്റ്യൻ, വെള്ളത്തിലുള്ള അയണൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡിനൊക്കെ ഫ്ലൂറൈഡ് റീപ്ലേസ് ചെയ്യും. പക്ഷെ അത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. എന്താ കാരണം എന്നാണ് ചോദ്യം. ഇവിടെ നോക്കി, ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് ഫ്ലോറിൻ അക്വ സൊല്യൂഷൻ, ഗിവ് റീസൺ. ഡസ് നോട്ട് ക്യാരിഡ് ഔട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതിന്റെ കാരണം എന്താ വെച്ചാൽ വെരി സിമ്പിളാ. നമുക്ക് ഫ്ലൂറൈഡ് അയാൺ ഹൈലി റിയാക്റ്റീവാ, ഒരു ഡൗട്ടും ഇല്ല. അയാൾ ആരെ റീപ്ലേസ് ചെയ്യും? കറസ്പോണ്ടിങ് അയണിക് സോൾട്ടിൽ നിന്ന് അല്ലെങ്കിൽ സൊല്യൂഷനിൽ നിന്ന് ക്ലോറൈഡിനെയും ബ്രോമൈഡിനെയും അയഡിനെയൊക്കെ റീപ്ലേസ് ചെയ്യും. പക്ഷേ ഇത് അക്വ സൊല്യൂഷൻ അല്ലേ എടുക്കുക. അക്വ സൊല്യൂഷൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാം. അവിടെ വാട്ടർ ഉണ്ടാവും. ആ വാട്ടറിലെ ഓക്സിജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരും? ഫ്ലൂറിൻ വരും. അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാധാരണ അക്വ സൊല്യൂഷനിൽ ഫ്ലൂറൈഡിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഫ്ലൂറൈഡ് Cl മൈനസിനെയും Br മൈനസിനെയും I മൈനസിനെയും ഒക്കെ ഡിസ്പ്ലേസ് ചെയ്യും. പക്ഷെ നമ്മളത് ഉപയോഗിക്കാത്തത്. വാട്ട് ഇറ്റ്? ദെൻ വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്? ആരാണ് ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ്? ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോസ് റിഡക്ഷൻ. ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് അയാളല്ലേ ഓക്സിഡൈസിങ് ഏജന്റ്. സംഭവത്തിലല്ലേ. ഇപ്പൊ നീ ശ്രദ്ധിക്കണേ. നിന്റെ അടുത്ത് ഞാൻ എന്തായിട്ട് ആക്ട് ചെയ്യണം? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. നിനക്ക് ഓക്സിഡേഷൻ സംഭവിക്കണം. നിനക്ക് ഓക്സിഡേഷൻ സംഭവിക്കാൻ നിനക്ക് ഇലക്ട്രോൺ ലോസ് ചെയ്യണം. നിനക്ക് ഇലക്ട്രോൺ ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു വലിക്കണ്ടേ? നിനക്ക് ഇലക്ട്രോൺ ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ പിടിച്ചു വലിക്കണ്ടേ? ഒരാൾ വലിക്കാണ്ടായല്ലോ നിനക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിനക്ക് ഇലക്ട്രോൺ ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇലക്ട്രോൺ കിട്ടണ്ടേ? ഞാൻ പെട്ടെന്ന് ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുന്ന ഒരാളാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് ഇലക്ട്രോൺ നഷ്ടമാവും. അപ്പം നിനക്ക് ഓക്സിഡേഷൻ സംഭവിക്കും. ഞാൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഓക്സിഡൈസിങ് ഏജന്റ്. നിനക്ക് ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളായിട്ട് ഞാൻ ആക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഞാൻ പെട്ടെന്ന് വലിക്കണ്ടേ? ഇലക്ട്രോൺ ഞാൻ പെട്ടെന്ന് വലിക്കുകയാണെങ്കിൽ അത്തരം സ്പീഷീസുകൾ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇലക്ട്രോ നെഗറ്റീവ് സ്പീഷീസ്. മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയാൽ പെട്ടെന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. അപ്പോൾ ഇതിൽ ആരാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് നോക്കിയാൽ മതി. ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. ഒരു ഡൗട്ടും വേണ്ട, ആരായിരിക്കും? ഫ്ലൂറിൻ ആയിരിക്കും. സംഭവം കിട്ടിയോ? നിനക്ക് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ. ആ ഇലക്ട്രോണിനെ ഞാൻ പിടിച്ചു വലിക്കുമ്പോൾ എന്തായി? ഞാൻ എന്തായിട്ട് ആക്ട് ചെയ്തു? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് ആരായിരിക്കണം? ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുന്ന ആള്. ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ആള്. എമംഗ് ദീസ് 3-4 എലമെന്റ്സ് വിച്ച് വൺ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്? ഫ്ലൂറിൻ. ഗോട്ട് ഇറ്റ്? അടുത്തേക്ക് പോവാം. Why fluoride ion cannot be converted to F2 in a chemical means? F മൈനസ് എന്ന് പറഞ്ഞ സാധനം എന്തുകൊണ്ടാണ് F2 ആയിട്ട് മാറാത്തത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ? അൾട്രാസോളൂസിനാണ് എഫ് മൈനസ് പറഞ്ഞ സാധനം F2 ആയിട്ട് മാറാത്തത് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. സിമ്പിളാ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. ഇനി നോക്കണേ. ഫ്ലൂറിൻ ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. ഫ്ലൂറിൻ എപ്പോഴും ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുന്ന ഒരാളാണ്. ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ലോസ് ഇലക്ട്രോൺ. എഫ് മൈനസ് F2 ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ലോസ് ചെയ്യണം. അയാൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് അയാളാ, ഇലക്ട്രോണെ പിടിച്ചു വലിക്കുന്ന ആളാ. അപ്പോൾ അയാൾ ഇലക്ട്രോണെ കൊടുക്കുമോ? നെവർ. അതുകൊണ്ടാണ് എഫ് മൈനസ് എഫ് ആയി മാറാത്തത്. ദാറ്റ് മീൻസ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാത്തത്. അതുകൊണ്ട് F2 പ്രൊഡ്യൂസ് ചെയ്യില്ല. ക്ലിയർ?
സിമ്പിളാണ്, ഒന്നുമില്ല. ഇതിൽ രണ്ടിലും ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ്റെ പ്രത്യേകത സംസാരിച്ചു എന്നേ ഉള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ. ഈ റിയാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലാണല്ലോ ഉള്ളത്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ 4 ഡിഫറെൻറ്റ് ടൈപ്പാണ് ഉള്ളത്. ഏതൊക്കെ? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് പറഞ്ഞ സാധനം. നോക്കാം അതാണോ ഇത് എന്നുള്ളത്. ഇപ്പോൾ H2O2, ഞാൻ ഈ റിയാക്ഷൻ ഒന്നും കൂടി എടുത്ത് എഴുതിയേ. H2O2 gives 2H2O plus O2. എന്നിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ ഇവിടെ അസൈൻ ചെയ്തേ. ഓക്കെ, ഈ ഹൈഡ്രജൻ +1 ഇല്ല, ഈ ഓക്സിജൻ -1 ഇല്ല. ഇവിടെ ഹൈഡ്രജൻ +1, ഓക്സിജൻ -2, ഓക്സിജൻ 0. ഇനി ഇവിടുത്തെ ഒരു രസം നോക്കും നിങ്ങൾ. ഇവിടെ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ഓക്സിജൻ -2ലേക്ക് മാറിയിട്ടുണ്ട്. -1 നിന്ന് -2, -1ലേക്ക് -2 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിഡക്ഷൻ. അപ്പോൾ സംഭവിച്ചത് റിഡക്ഷനാണ്. അതേ സമയത്ത് ഈ ഓക്സിജനിലെ -1 നിന്ന് 0ലേക്ക് മാറിയിട്ടുണ്ട്, ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിലെ വൺ ഓഫ് ദി എലമെന്റ് ഓക്സിഡേഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, റിഡക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് which simultaneously undergoes both oxidation and reduction, that is what is called disproportionation reaction. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇതെങ്ങനെ എഴുതുക വെച്ചാൽ ഇത്രയേ ഉള്ളൂ. വൺ ഓഫ് ദി എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് which simultaneously undergoes both oxidation and reduction reaction, that is what is called disproportionation. ക്ലിയർ? ഒന്നുമില്ല, ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെന്റ് ഓക്സിഡേഷനിലും റിഡക്ഷനിലും സൈമൾട്ടേനിയസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് പറയും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻ ബൈ ഡിസ്പ്രൊപ്പോർഷനേഷൻ ചോദിക്കും. ഇങ്ങനെയാണ് ഇത് ചോദിക്കാറുള്ളത്. നിങ്ങൾ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. യു ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഈസ് ക്ലിയർ. അടുത്തത്, ഞാൻ ഹർബറി ആയിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്, സംസാരിക്കാനാണ് നോക്കുന്നത്, സംവദിക്കാനാണ് നോക്കുന്നത്. അല്ലാതെ കുറേ ക്വസ്റ്റ്യനുകൾ നിങ്ങളെ മുന്നിൽ ഭയങ്കര ജഗപൊകയായിട്ട് അവതരിപ്പിക്കാനല്ല, കൃത്യമായിട്ടും ക്രിസ്പായിട്ടും പറഞ്ഞിട്ടാണ് പോകുന്നത്. ബാലൻസ് ദ റിയാക്ഷൻ ഇൻ ആസിഡ് മീഡിയം. വേറൊരു കാര്യം എന്താണെന്നറിയോ? ഞങ്ങളുടെ ആപ്പ് ഉണ്ട്, ബ്ലൂ ലൈൻസ്. ആ ആപ്പിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ 1 മണിക്കൂറിൽ എടുക്കുന്ന കോണ്ടന്റ് ആപ്പിൽ 3 മിനിറ്റേ ഉള്ളൂ. ആ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യനുകളുണ്ട്. അത് NCERT ടെക്സ്റ്റിൽ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളത്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്കൗട്ട് പ്രോബ്ലം, എക്സസൈസ് പാർട്ട്, എക്സംപ്ലർ അതിലേക്ക് ഞങ്ങൾ പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ എടുക്കുന്ന ടോപ്പിക്ക് 3 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. അവിടെ 5 ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക്, കോയിൻ, ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ക്ലാസ് എടുത്ത് ശീലിച്ചതുകൊണ്ട് വലിച്ചു നീട്ടൂല. ഉള്ള കാര്യം വളരെ കൃത്യമായി ക്രിസ്പായിട്ട് പറഞ്ഞിട്ട് പോകും. ഓക്കെ, അതുകൊണ്ടാണ് വേഗം ഈ ക്വസ്റ്റ്യനുകൾ പെട്ടെന്ന് തീരുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ബാലൻസ് ദ റിയാക്ഷൻ ഇൻ ആസിഡ് മീഡിയം. ഇപ്പോൾ സാധാരണ ഒരു റിയാക്ഷൻ ആസിഡ് മീഡിയത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു കുട്ടി ചെയ്യുക 15 മിനിറ്റ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുക. നമ്മളിത് 1 മിനിറ്റ് താഴെ സമയം കൊണ്ട് ഇത് ചെയ്തു തീർക്കും. ഓക്കെ, ഈ റിയാക്ഷൻ ആസിഡ് മീഡിയത്തിൽ ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആ റിയാക്ഷൻ നമ്മളിങ്ങോട്ട് എടുത്തെഴുതുക. ക്ലിയർ? നേരെ അതിൻ്റെ ഓക്സിഡേഷൻ റിഡക്ഷൻ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അയൺ 2+അല്ലേ, അയൺ 3+ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അയൺ 2+, അയൺ 3+ലേക്ക് മാറുമ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. 2+, 3+ പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ അല്ലേ ലോസ് ആയത്. ആ ഒരു ഇലക്ട്രോൺ നമ്മുടെ കാണിച്ചു. മാംഗനീസ് നോക്ക്, MnO4- മാംഗനീസ് +7 ഉള്ളത്, അത് +2ലേക്ക് മാറിയിട്ടുണ്ട്. +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +2ലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ 5 ഇലക്ട്രോൺ അവിടേക്ക് ആഡ് ചെയ്യണ്ടേ. ആ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ റിഡക്ഷൻ എന്നല്ലേ പറയാം. അപ്പോൾ റിഡക്ഷൻ ബൈ 5 ഇലക്ട്രോൺ സംഭവിച്ചെത്രയാണ്? ഇത് റിഡോക്സ് റിയാക്ഷനാണ്. ഇയാൾ ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തു, അപ്പോൾ ഇയാൾക്ക് 5 ഇലക്ട്രോൺ കിട്ടി. ശരിയാവുമോ? അത് ശരിയാവില്ലല്ലോ. കാരണം നോക്ക്, ഇയാൾ ഒരെണ്ണല്ലേ ലോസ് ചെയ്തിട്ടുള്ളൂ, ഇയാൾക്ക് 5 എണ്ണം കിട്ടിയെന്നാണ് പറയുന്നത്. ഒരിക്കലും കിട്ടൂല. കാരണം ഇയാൾ ലോസ് ചെയ്യുന്നതാണ് ഇയാൾക്ക് കിട്ടുക. ക്ലിയർ അല്ലേ?
ഇയാൾ ലോസ് ചെയ്യുന്ന സാധനമാണ് ഇയാൾക്ക് കിട്ടേണ്ടത്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നടക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണ്ടേ? ഈക്വൽ ആവണമെങ്കിൽ ഒന്നുകിൽ എന്താണെന്നറിയോ, ഇയാൾ 1 ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ ഇയാൾക്ക് 1 കിട്ടണം. അല്ലെങ്കിൽ ഇയാൾക്ക് 5 കിട്ടുന്നുണ്ടെങ്കിൽ ഇയാൾ 5 ഇലക്ട്രോണിന്റെ ലോസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇങ്ങനത്തെ 5 എടുത്താൽ മതി. കാരണം ഇയാൾ 1 എടുക്കുമ്പോൾ 1 ഇലക്ട്രോണാണ് ലോസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ 5 എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ ബാലൻസ് ആയി. ദാറ്റ്സ് ഇനഫ്. നോക്ക്, ഇവിടെ 5 Fe എടുക്കുക. അപ്പോൾ 5 Fe3+ ഉണ്ടാവും. അപ്പോൾ 5 ഇലക്ട്രോൺ ലോസ് ചെയ്തു. ആ 5 ഇലക്ട്രോൺ ഇയാൾ സ്വീകരിച്ചു. ക്ലിയർ? റിയാക്ഷൻ ഈസ് ബാലൻസ്ഡ്. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയോ, മണിക്കൂർ കണക്കിന് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ട് പഠിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നോർമൽ ഇതവിടെ നോക്കണേ. ഇവിടെ ഓക്സിജൻ ആസിഡ് മീഡിയത്തിലാണ് ബാലൻസ് ചെയ്യാൻ പറഞ്ഞത്. ആസിഡ് മീഡിയത്തിൽ ബാലൻസ് ചെയ്യാൻ പറയുമ്പോൾ ഇറ്റ്സ് വെരി 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 സിമ്പിൾ. ഒറ്റ കാര്യം നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കുക. 4 ഓക്സിജൻ അവിടെ ഉള്ളത്. അപ്പോൾ 4 വാട്ടർ ഇട്ട് കൊടുക്കുക. അവിടെ 4 വാട്ടർ, അപ്പോൾ 4 ഓക്സിജൻ ആയി. അപ്പോൾ ഇവിടെ എത്ര H+ കൂടി? 8 H+. ആ 8 H+ വെടി ഇട്ട് കൊടുക്കുക. ദാറ്റ്സ് ഇനഫ്. ബാലൻസിങ് ഈസ് ഓവർ. എനിക്ക് തോന്നുന്നു 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. 3 സ്റ്റെപ്പ് എഴുതുക. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ആദ്യം ആ റിയാക്ഷൻ എടുത്തെഴുതുക. അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അസൈൻ ചെയ്തിട്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ നോക്കുക. അപ്പോൾ നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണോ കിട്ടുന്നത് നോക്കുക. അതിനനുസരിച്ച് ബാലൻസ് ചെയ്യുക. ക്ലിയർ? ഇനി ആസിഡ് മീഡിയത്തിലാണെങ്കിൽ എത്ര ഓക്സിജൻ ഉണ്ടോ അത്രയും നമ്പർ വാട്ടർ ഇട്ട് കൊടുക്കുക. അതിന് ഡബിൾ ദ നമ്പർ H+ അയൺ പുറത്ത് എഴുതി കഴിഞ്ഞാൽ ഫിനിഷ്. ക്ലിയർ? പോരെ? വേണ്ടവരൊന്ന് നോക്കി എഴുതിയെടുക്കണേ. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള സാധനമേ അല്ല കേട്ടോ. ഇറ്റ്സ് വെരി 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 സിമ്പിൾ. ദെൻ വർക്കിംഗ് ഓഫ് ഡാനിയൽ സെൽ. പലപ്പോഴും ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ലത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിനെയോ ക്വസ്റ്റ്യനെ ഭയങ്കരമായിട്ട് വർണ്ണിക്കാനോ ആവശ്യമില്ലാത്തത് സംസാരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞു തന്നേ. ഡാനിയൽ സെല്ലിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ വർക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോഡുകളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലുമൊക്കെ. നമുക്ക് 2 ഹാഫ് സെല്ലുകളുടെ കോമ്പിനേഷനാണ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞത്. ഒന്ന് ഓക്സിഡേഷൻ ഹാഫ് സെല്ലാണ്, മറ്റൊന്ന് റിഡക്ഷൻ ഹാഫ് സെല്ലാണ്. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ സിങ്ക് മെറ്റൽ റോഡ് ഇമ്മേഴ്സ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, വെറാസ് കോപ്പർ മെറ്റൽ റോഡ് ഇമ്മേഴ്സ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എവിടെ? റിഡക്ഷൻ ഹാഫ് സെല്ലിൽ. ഇഫ് വി കണക്റ്റഡ് ദീസ് 2 ഇലക്ട്രോഡ് ബൈ യൂസിങ് എ മെറ്റാലിക് വയർ, ഈ മെറ്റാലിക് വയർ ഉപയോഗിച്ച് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ദാറ്റ് മീൻസ് ഇതവിടെ നോക്കണേ, സിങ്ക് Zn2+ 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. കോപ്പർ അണ്ടർഗോസ് റിഡക്ഷൻ, Cu2+ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് Cu ആയിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ക്ലിയർ? ഇനി നോക്കണേ, ആ സമയത്ത് ഇലക്ട്രോൺ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് ഇലക്ട്രോൺ ആനോഡിൽ നിന്ന് എവിടേക്ക് മൂവ് ചെയ്യും? കാഥോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. കാഥോഡിൽ നിന്ന് ആനോഡിലേക്കായിരിക്കും. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് ഉണ്ടാവുക. ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ലൈക്ക് KCl ആണ് അവിടെ ഉണ്ടാവില്ല. KCl, KNO3 പോലെയുള്ള സാധനം. അപ്പോൾ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് ചോദിക്കാറുണ്ട്. ടോട്ടൽ സെൽ റിയാക്ഷൻ ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് ചോദിക്കാറുണ്ട്. 2 ഫങ്ഷനുകളാണ് സോൾട്ട് ബ്രിഡ്ജിനുള്ളത്. ഒന്ന്, 2 ഹാഫ് സെല്ലിലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇൻ ബിറ്റ്വീൻ 2 ഹാഫ് സെൽ. രണ്ടാമത്തത് ടു പ്രിവെന്റ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഒന്ന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള സൊല്യൂഷനും ഒന്ന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള സൊല്യൂഷൻ ആയിരിക്കും. രണ്ടും കോൺടാക്റ്റിൽ വരുമ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ, ടു പ്രിവെന്റ് ആ 2 ലിക്വിഡുകളുടെ ജംഗ്ഷൻ കോമ്പിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടു പ്രിവെന്റ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ക്ലിയർ? ഇതാണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ഫങ്ഷൻ. പിന്നെ അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് റിഡോക്സ് കപ്പിൾ എന്ന് ചോദിച്ചു. റിഡോക്സ് കപ്പിൾ എന്ന് പറഞ്ഞാൽ നോക്കേ, ഹാവിംഗ് ടുഗദർ റെഡ്യൂസ്ഡ് ആൻഡ് ഓക്സിഡൈസ്ഡ് ഫോം ഓഫ് സബ്സ്റ്റൻസ് that take part in oxidation and reduction half reaction. That is what is called redox couple. Redox couple is having together reduced and oxidized forms of the substance. എവിടെ? ടേക്ക് പാർട്ട് ഇൻ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. ഇത് രണ്ടിനും കൂടി കമ്പൈൻഡ് ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞാൽ റിഡോക്സ് കപ്പിൾ. നിങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന പോയിന്റുകളാണ്.
നെക്സ്റ്റ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ എയിം എന്താണെന്ന് നിങ്ങൾക്കറിയോ? പലപ്പോഴും ഈ ചാപ്റ്ററിൽ സിസ്റ്റം, സറൗണ്ടിങ്, ഇൻട്രിൻസിക് പ്രോപ്പർട്ടി, എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടി, എൻതാൽപ്പി, എൻട്രോപ്പി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബേജാറാക്കും. നത്തിങ്. ഇറ്റ്സ് വെരി 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 സിമ്പിൾ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ എയിം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടൂളാണ് യഥാർത്ഥത്തിൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ 3 ലോകൾ ഉപയോഗിച്ച് ഒരു റിയാക്ഷൻ നടക്കുമോ നടക്കില്ല എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതവിടെ നോക്കണേ. ഒന്ന്, ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡിഫൈൻ, ഇതിൽ വരാൻ സാധ്യതയുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഞാൻ എന്താ പറഞ്ഞു നിങ്ങളോട്? ഒരു റിയാക്ഷൻ നടക്കുമോ നടക്കൂലേ എന്നല്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ നിന്നെ ഒന്ന് തല്ലുകയെന്ന് വിചാരിച്ചു. ഞാൻ നിന്നെ തല്ലിക്കഴിഞ്ഞാൽ നീ ബോധം കെടുവോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ റിയാക്റ്റൻറ്റുകൾ ആരൊക്കെ? ഞാനും നീയും. ക്ലിയർ? ഈ ഭൂഗോളം, ദാറ്റ് മീൻസ് മൊത്തം ഈ യൂണിവേഴ്സ് മൈനസ് നമ്മൾ രണ്ടാളും. ഇതാണ് ഇവിടുത്തെ സറൗണ്ടിങ്. മനസ്സിലായോ? ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത റിയാക്ടന്റിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ കൺസിഡറേഷൻ ഓർ അണ്ടർ ഒബ്സർവേഷൻ ഓർ. പറഞ്ഞ സംഭവം മനസ്സിലായോ? ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ടെക്സ്റ്റിൽ ഭയങ്കര സംഭവമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഏത് റിയാക്ഷൻ ആണോ നമ്മൾ നടക്കുമോ നടക്കൂലോ നോക്കുന്നത്, അതിലുള്ള റിയാക്ടന്റിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിന്റെ ഒരു പാർട്ടല്ലേ അയാൾ. ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ സ്റ്റഡി ഓർ അണ്ടർ ഒബ്സർവേഷൻ ഓർ അണ്ടർ കൺസിഡറേഷൻ എന്ന് ടെക്സ്റ്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഏത് റിയാക്ഷൻ ആണോ നമ്മൾ നടക്കുമോ നടക്കൂലോ എന്ന് ചെക്ക് ചെയ്യുന്നത്, അതിലുള്ള റിയാക്ടന്റ് ഈ യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് ആ റിയാക്ടന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. ദ ഹോൾ യൂണിവേഴ്സ് ദാറ്റ് റിയാക്ടന്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സറൗണ്ടിങ്. ദ ഹോൾ യൂണിവേഴ്സ് മൈനസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായി? സറൗണ്ടിങ്. സിസ്റ്റത്തെയും സറൗണ്ടിങ്ങിനെയും വേർതിരിക്കുന്ന ലൈൻ, പ്ലെയിൻ ഓർ വാൾ, ഒന്നുകിൽ ലൈൻ ആവാം, അല്ലെങ്കിൽ പ്ലെയിൻ ആവാം, അല്ലെങ്കിൽ വാൾ ആവാം. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി. These are all technical terms which are used for explaining a simple concept. ഒരു സിമ്പിൾ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേമുകളാണ് ഇതൊക്കെ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു റിയാക്ഷൻ നടക്കുമോ നടക്കില്ല നമ്മൾ ചെക്ക് ചെയ്യുന്നു, അതിലുള്ള റിയാക്ടന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. അത് യൂണിവേഴ്സിന്റെ ഒരു പാർട്ട് ആയതുകൊണ്ട് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ സ്റ്റഡി ഓർ അണ്ടർ ഒബ്സർവേഷൻ ഓർ അണ്ടർ കൺസിഡറേഷൻ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഈ യൂണിവേഴ്സ് മൈനസ് ദാറ്റ് സിസ്റ്റം, അതിന് നമ്മൾ സറൗണ്ടിങ് നിൽക്കുന്നു. ഇതിനെ രണ്ടിന് വേർതിരിക്കുന്നത് എന്തോ അതിനെ നമ്മൾ ബൗണ്ടറി എന്ന് വിളിക്കുന്നു. വാട്ട് ഇറ്റ് ദെൻ സിസ്റ്റം 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം. വെരി സിമ്പിളാ. അപ്പം നമ്മൾ ഒരു ഹോട്ട് കോഫി എടുത്തു, ഒരു ടംബ്ലറിൽ ഹോട്ട് കോഫി എടുത്തു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതവിടെ നോക്കണേ, ക്വസ്റ്റ്യൻ പറയാം, മനസ്സിലാവും. വാട്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം? കോഫി ഹെൽഡ് ഇൻ എ കപ്പ്. കോഫി എടുത്തിട്ടുണ്ട് ഒരു കപ്പിൽ. ക്ലിയർ? ചൂടുള്ള കോഫിയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹീറ്റ് സറൗണ്ടിങ്ങിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ലേ? മെറ്റീരിയൽ പാർട്ടിക്കിൾ, ദാറ്റ് മീൻസ് കോഫിയും നമുക്ക് പുറത്തേക്ക് സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓപ്പൺ സിസ്റ്റം എന്നാണ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കാൻ നിൽക്കുക ഒരു ഏതിൽ, നമ്മളുടെ ലീഫിൽ, അത് ഓപ്പൺ സിസ്റ്റമാണ്. കാരണം ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിലുള്ള എനർജിയും അതിലുള്ള പാർട്ടിക്കിളും സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. എനർജി എക്സ്ചേഞ്ച് ചെയ്യും, പക്ഷേ മെറ്റീരിയൽ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം. ഇത് രണ്ടും സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ ഫോർ ഐസൊലേറ്റഡ് സിസ്റ്റം. ഈ ഹോട്ട് കോഫിയില്ലേ, അത് തെർമോസ് ഫ്ലാസ്കിലാണ് നമ്മൾ എടുത്തതെങ്കിൽ ഹീറ്റും പുറത്തേക്ക് വരില്ല, കോഫി പാർട്ടിക്കിൾസും പുറത്തേക്ക് വരില്ല. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളായി? ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിളായി. ക്ലിയർ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? ദെൻ അതിനൊക്കെ അത്ര കാര്യമല്ലോ കേട്ടോ, കൂടുതലൊന്നും ചിന്തിച്ചു ഇടങ്ങേറാവണ്ട. എക്സാം അല്ലേ, കൃത്യമായിട്ട് എഴുതണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ ആണേ. 2 ക്വസ്റ്റ്യൻ ഇവിടെ രണ്ടും നമുക്ക് പറയാം. വാട്ട് വിൽ ഹാപ്പൻ ടു ഇന്റേണൽ എനർജി ഇഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം? ഞാൻ
ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു. അപ്പം എൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ എനർജി എന്ന് ആദ്യം അറിയണ്ടേ? ഡിഫൈൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻതാൽപ്പി എന്താണെന്ന് അറിയണ്ടേ? ഇത് രണ്ടും ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരേ. സിമ്പിളായിട്ട് പറഞ്ഞ ജസ്റ്റ് ഒന്ന് നോക്കണേ. ഞാൻ പറയുന്ന എക്സാമ്പിൾ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മളുടെ ഈ ക്ലാസ് റൂമിൽ 100 ആളുകളുണ്ട്. നമ്മളുടെ ഈ ക്ലാസ് റൂമിൽ 100 ആളുകളുണ്ട്. ഓരോ കിലോ ജൂൾ എനർജി വീതമുള്ള 100 ചോക്ലേറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് പോയി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒറ്റൊന്നും ഇവിടെ കാണാനില്ല. എല്ലാവരും ഈക്വലി അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരിലും എത്ര എനർജി കൂടിയിട്ടുണ്ട്, 1 കിലോ ജൂൾ എനർജി കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലേ? കാരണം 100 ആളാണുള്ളത്. 100 ചോക്ലേറ്റ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. ഓരോ ചോക്ലേറ്റിലും ഓരോ കിലോ ജൂൾ എനർജിയാണുള്ളതെങ്കിൽ ഓരോരുത്തരും ഓരോന്ന് വീതമാണ് എടുത്തതെങ്കിൽ ഓരോരുത്തരിലും എത്ര കൂടിയിട്ടുണ്ട്? 1 കിലോ ജൂളിന് ഇക്വലന്റ് ആയിട്ടുള്ള എനർജി കൂടിയിട്ടില്ലേ? അങ്ങനെ ഓരോരുത്തരിലും എത്ര കൂടി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇന്റേണൽ എനർജി. ക്ലിയർ? ഇനി ഈ ക്ലാസ് റൂമിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല എന്ന് വിചാരിക്കാം. ഞാനൊരു 50 ചോക്ലേറ്റ് ഇവിടെ വെച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒറ്റ ചോക്ലേറ്റും കാണാനില്ല. ഓരോ ചോക്ലേറ്റിലും ഓരോ കിലോ ജൂൾ എനർജിയാണുള്ളത്. അപ്പോൾ എനിക്ക് എന്തേ പറയാൻ പറ്റൂ? ഇവിടെ എത്ര ആളുണ്ട് എന്ന് എനിക്കറിയാത്തത് കൊണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാൻ പറ്റൂ. 50 കിലോ ജൂൾ എനർജി ഇവിടെ മൊത്തത്തിൽ കൂടിയിട്ടുണ്ട്. ഓരോരുത്തരിലും എത്ര കൂടിയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഈ ടോട്ടൽ സിസ്റ്റത്തിൽ കൂടിയ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി 50 കിലോ ജൂൾ എന്നാണ് പറയാൻ പറ്റുക. അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ that is what is called enthalpy. It is a total amount of energy enclosed by a system at a constant pressure. That is what is called enthalpy. Total amount of energy enclosed by a system at a constant volume. That is what is called internal energy. മനസ്സിലായോ? ഓരോരുത്തരിലും എത്ര കൂടി എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ഇന്റേണൽ എനർജി, മൊത്തത്തിൽ എത്ര കൂടി, എണ്ണം ക്ലിയർ അല്ലെങ്കിൽ വോളിയം ക്ലിയർ അല്ലെങ്കിൽ പ്രഷറിൽ സംസാരിക്കുകയാണെങ്കിൽ എൻതാൽപ്പി. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനിയിപ്പോൾ നോക്ക്, ഞാൻ ജോലി ചെയ്യുകയാണെന്ന് വെച്ചോ. ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുക. എൻ്റെ കയ്യിൽ 100 കിലോ ജൂൾ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ എൻ്റെ എനർജി കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? കുറയും. അതാണ് ഇവിടെ സംഭവിച്ചത്. വാട്ട് വിൽ ഹാപ്പൻ ടു ഇന്റേണൽ എനർജി ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം? അപ്പോൾ എന്ത് ചെയ്യും? ഇന്റേണൽ എനർജി കുറയും. ഇനി ഡിഫൈൻ എൻതാൽപ്പി, ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ക്ലിയർ അല്ലേ? അതിന് നമുക്ക് H = U+PV എന്ന് എഴുതാം. H എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയുടെ നമ്മൾ അബ്രിവേഷൻ ആണ്. U എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജിയാണ്. PV എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം എനർജിയാണ്. ഇങ്ങനെയും പറയത് എൻതാൽപ്പി ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി എന്ന് നമുക്ക് മാത്തമാറ്റിക്കലി സംസാരിച്ച് വെക്കാം. ക്ലിയർ? ഇനി വാട്ട് ഈസ് ആൻ എൻതാൽപ്പി ചേഞ്ച്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുന്നത്. നോക്കണേ, ഞാനൊരു ഗ്രാഫ് എടുത്തേ. ആ ഗ്രാഫിൽ ഒരു റിയാക്റ്റൻ്റ് ഉണ്ട്, പ്രോഡക്റ്റ്, 2 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി കൂടിയ പ്രോഡക്റ്റ് ആണ്, ഒന്ന് റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി കുറഞ്ഞ പ്രോഡക്റ്റ് ആണ്. റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി കുറവുള്ളതിനെ H2 എന്നും അതിൻ്റെ എനർജിയെ H2 എന്നും, റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി കൂടുതലുള്ളതിനെ H2- എന്നും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇനീഷ്യൽ എൻതാൽപ്പിയാണ്, ഇത് ഫൈനൽ അല്ലേ വരുന്നത്? ഇതും ഫൈനലാ. ഇത് മാത്രം ഈ 2 കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഇനീഷ്യലാണ്, ഇത് ഫൈനലാണ്. അങ്ങനെ വരുമ്പോൾ നോക്ക്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ ഡിഫറൻസ് നമ്മൾ കാണുക. അങ്ങനെ വരുമ്പോൾ നോക്ക്, ഇവിടെ H2- മൈനസ് H2- ഇത് ഫൈനലാ, ഇത് ഇനീഷ്യലാ, ഇത് ഫൈനലാ. 2 കേസാണ്. H2- മൈനസ് H എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച്. കാരണം വലിയത് മൈനസ് ചെറുതല്ലേ, ഇത് എനർജി കൂടുതലാണ്, ഇത് എനർജി കുറവാണ്. വലിയത് മൈനസ് ചെറുത് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡെൽറ്റ എച്ച് അല്ലേ വരിക. അതേ സമയത്ത് ഇതിൻ്റെ കേസ് എടുത്ത് നോക്ക്, ഇതിനാണ് എനർജി കൂടുതൽ, ഇതിന് എനർജി കുറവാണ്. അപ്പോൾ വലിയത് മൈനസ് ചെറുത്, ഫൈനൽ മൈനസ് H2 മൈനസ് H എന്ന് പറയുമ്പോൾ മൈനസ് ഡെൽറ്റ എച്ച് ആയിരിക്കും. ദാറ്റ് മീൻസ് നെഗറ്റീവ് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനേക്കാൾ എനർജി കുറവല്ലേ ഇത്? അപ്പോൾ സെർട്ടൺ എമൗണ്ട് ഓഫ് എനർജി അവിടുന്ന് റിലീസ് ചെയ്യില്ലേ? അത്തരം റിയാക്ഷനുകളെ നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. ഇതിനേക്കാൾ എനർജി കൂടുതലല്ലേ ഇത്? അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. അത്തരം റിയാക്ഷനുകളെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. സിമ്പിളാണ്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ
ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻഡോതെർമിക് റിയാക്ഷൻ. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഡെൽറ്റ എച്ച് ഷുഡ് ബി പോസിറ്റീവ്. അറ്റ് ദ സെയിം ടൈം, ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, heat is released from the system. Such type of reactions are called exothermic reaction. അത്തരം റിയാക്ഷനുകളെ നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ? പഠിച്ചതല്ലേ? ഇതൊക്കെ ടീച്ചേഴ്സ് വളരെ കൂളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ അടുത്ത കുറച്ച് ക്വസ്റ്റ്യനുകൾ എന്താണെന്നുള്ളത് പറയാം. ഹീറ്റ് കപ്പാസിറ്റിയെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാം. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് ചോദിക്കുക. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ്, ഇപ്പോൾ എൻ്റെ വാച്ച്, ഈ വാച്ച് എന്തെങ്കിലും ഒന്നായിക്കോട്ടെ, ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ ടെമ്പറേച്ചർ, തെർമൽ എനർജി 1 ഡിഗ്രി സെൽഷ്യസ് ഉയരാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് എ സബ്സ്റ്റൻസ് ടെമ്പറേച്ചർ ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയരാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. ക്ലിയർ അല്ലേ? അടുത്തത് സ്പോണ്ടേനിയസ് പ്രോസസ്. പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്? എ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ അസിസ്റ്റൻസ്. വേറൊരാളുടെ സഹായമില്ലാതെ നടക്കുന്ന എല്ലാ റിയാക്ഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. A reaction which takes place without any external assistance, that is what is called a spontaneous reaction. നിങ്ങളൊന്ന് എഴുതി വെക്കണേ. ദെൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അതെന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നും ചോദിക്കാറുണ്ട്. ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻസൈഡ് ഇൻ ഇറ്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ദ പ്രോപ്പർട്ടി വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് the number of particle inside in it, that is what is called intensive property. Independent, intensive. Clear? സംഭവം അത്രയല്ലേ? ഞാനൊരു പാർട്ടിക്കിൾ എടുത്തേ, 1 കിലോഗ്രാം മാസുള്ള ഒരു പാർട്ടിക്കിൾ എടുത്തു. അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഓരോന്നും എടുത്ത് ഇങ്ങനെ അടുക്കി വെച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം 1 വെച്ചപ്പോഴുള്ള മാസമാണോ 2 എണ്ണം വെച്ചപ്പോൾ ഉണ്ടാവുക? അല്ല. 3 എണ്ണം വെച്ചപ്പോഴുള്ള മാസമാണോ 2 എണ്ണം വെച്ചപ്പോൾ ഉണ്ടാവുക? അതിങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ മാസും അതിൻ്റെ വോളിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാസ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അല്ലേ? ടോട്ടൽ മാസ് കൂടിക്കൊണ്ടിരിക്കില്ലേ? ടോട്ടൽ വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നില്ലേ? അപ്പോൾ ആ മാസും വോളിയം ഒക്കെ ഏതാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി ഒരു പാർട്ടിക്കിളുടെ ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ്, അടുത്തതിൻ്റെ 25 ആണ്, അതിൻ്റെ അടുത്തവൻ 25 ആണ്, അതിൻ്റെ അടുത്തവൻ 25 ആണ്. ഇതിങ്ങനെ ഈ 25 ഡിഗ്രി ടെമ്പറേച്ചറുള്ള സാധനത്തിൻ്റെ അടുത്തേക്ക് മറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സാധനം അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി 50 ആവുമോ? ഇല്ലല്ലോ. 225 എന്നല്ലേ നിൽക്കുക. അപ്പോൾ ആ 25 ഡിഗ്രിയിൽ എത്ര എണ്ണം അടുക്കി വെച്ച് കഴിഞ്ഞാലും എത്ര എണ്ണ വരിക? 25 ഡിഗ്രി. അപ്പോൾ അത് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻസൈഡ് ഇൻ ഇറ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു? ഇത് എൻതാൽപ്പി ചേഞ്ച് ആണ്, ഇത് ഇന്റേണൽ എനർജി ചേഞ്ച് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഏത് റിയാക്ഷനിൽ? N2+3H2 gives 2NH3 എന്നുള്ളതിൻ്റെ കേസിൽ, ഈ റിയാക്ഷൻ്റെ കേസിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. ഇതാ നോക്കെ, ഡെൽറ്റ എച്ച് ഈസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യുവിനോട് ഡെൽറ്റ NRT ചേർത്തതാണ്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടൻ്റ്. നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് നോക്കി 2 അല്ലേ ഉള്ളത്, മൈനസ് ഗേഷ്യസ് റിയാക്ടൻ 3 + 1 4. അപ്പോൾ ഡെൽറ്റ n ഈസിക്കൽ ടു -2 ആണ്. ആ -2നെ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക നോക്ക്, ഡെൽറ്റ എച്ച് ഈസിക്കൽ ടു ഡെൽറ്റ യു മൈനസ് 2RT. ശ്രദ്ധിക്കണേ, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യുയിൽ നിന്ന് 2RT മൈനസ് ചെയ്ത വാല്യൂ ആണെന്നല്ലേ അർത്ഥം? ഒന്നുകൂടെ നോക്കേ, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യുവിൽ നിന്നും ഇത്രയും വാല്യൂ കുറഞ്ഞതാണെന്നല്ലേ അർത്ഥം? അപ്പോൾ ആരാ വലുത്? ഡെൽറ്റ എച്ച് ആണോ ഡെൽറ്റ യു ആണോ? ഡെൽറ്റ യു അല്ലേ. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ യുന്ന് സംതിങ് കുറഞ്ഞതാണ്. അപ്പോൾ ഡെൽറ്റ യു വലുതല്ലേ. അപ്പോൾ ഡെൽറ്റ യു ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് ആണ് അതിൻ്റെ റിലേഷൻഷിപ്പ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കുക. അവിടെ സൂക്ഷിക്കേണ്ട കാര്യം, ഈ ഡെൽറ്റ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടൻ്റ് ആണ്. അത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ക്ലിയർ? ഇനി ഡെൽറ്റ n 0 ആവുന്ന കേസൊക്കെ ഉണ്ട്. ഇപ്പോൾ H2 + I2 gives 2HI എന്നുള്ള കേസിലൊക്കെ 0 ആവും.
0 ആയി കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ആയിരിക്കും. കേസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്കൂളിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഏരിയ ആണ് ഇതൊക്കെ കേട്ടോ. ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധയിൽ പെടാതെ പോയവരുണ്ടാവും. ജസ്റ്റ് ഒന്ന് നോക്കുക. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. വളരെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തു കേട്ടോ. അടുത്ത ചാപ്റ്ററാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യനും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നോക്കണേ. വാട്ടർ സൊല്യൂഷൻ ഓഫ് അയണിക് കോമ്പൗണ്ട്. ചില അയണിക് കോമ്പൗണ്ടുകൾ ഉണ്ട് നമ്മളെ കയ്യിൽ. NaCl, CH3CO, NH4Cl. ഇതിൻ്റെയൊക്കെ വാട്ടർ സൊല്യൂഷൻ, അക്വ സൊല്യൂഷൻ. ഷോ ഡിഫറെൻറ്റ് pH. ഐഡൻറ്റിഫൈ അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ സൊല്യൂഷൻ. ഇവരുടെ വാട്ടർ സൊല്യൂഷൻ ഡിഫറെൻറ്റ് pH ആണ് കാണിക്കുക. ഇത് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം. NaClൻ്റെ വാട്ടർ സൊല്യൂഷൻ, CH3CONൻ്റെ വാട്ടർ സൊല്യൂഷൻ, NH4Clൻ്റെ വാട്ടർ സൊല്യൂഷൻ. ഈ വാട്ടർ സൊല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്തൊക്കെയായിട്ട് മാറും? NaOH ഉം HCl. നിങ്ങൾക്കറിയാം ഇതൊരു സ്ട്രോങ് ബേസ് ആണ്, ഇത് സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും കമ്പൈൻ ചെയ്താൽ എന്താവും? ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും, ഇതും കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. ഇവിടെ എത്ര OH- ഉണ്ടോ അത്ര തന്നെ H+ ഉണ്ടാവും. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വാട്ടറായി ന്യൂട്രലായിട്ട് മാറിപ്പോവില്ലേ? ഇറ്റ് ഷുഡ് ബി ന്യൂട്രൽ. അതേ സമയത്ത് ഇവർ രണ്ടുപേരുമാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അസറ്റിക് ആസിഡും NaOH ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഒരു H+ ഇങ്ങോട്ടേക്ക് വരും, Na+ കൂടെ ഒന്ന് OH- ആയിട്ട് കമ്പൈൻ ചെയ്ത് NaOH ആയിട്ട് മാറും. ഇതിന്റെ പ്രത്യേകത, ഇത് വീക്ക് ആസിഡ് ആണ്, പക്ഷെ ഇത് സ്ട്രോങ് ബേസാണ്. ഇവിടെ എത്ര OH- ഉണ്ടാവുന്നുണ്ടോ, ഇവിടെ എത്ര NaOH ഉണ്ടോ അത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. ഇവിടെ എത്ര CH3COH ഉണ്ടാവുന്നോ അത് മുഴുവനായിട്ട് ഡിസോസിയേറ്റ് ചെയ്യൂല, അത് വീക്കാണ്. ഇത് 100 എണ്ണം ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കും. 100 NaOH ഉണ്ട്, 100 CH3COH ഉണ്ട്. ഇവിടെ 100 OH- ഉണ്ടാവും, പക്ഷെ ഇവിടെ 100 H+ ഉണ്ടാവില്ല. അപ്പോൾ ആ സൊല്യൂഷനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആരായിരിക്കും? OH-. അപ്പോൾ ആ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. OH- ആണ് കൂടുതൽ ഉണ്ടാകുന്നതെങ്കിൽ ആ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. ക്ലിയർ? ഇനി നോക്ക്, NH4Cl വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്താൽ അവിടെ ഉണ്ടാവുന്നത് NH4OH ഉം HCl ആയിരിക്കും. ഇത് വീക്ക് ബേസാ, ഇത് സ്ട്രോങ് ആസിഡ് ആണ്. വീക്ക് ബേസ് OH- ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. എന്നാൽ HCl ഈസ് എ സ്ട്രോങ് ആസിഡ്. അയാൾ മുഴുവൻ HCl ഡിസോസിയേറ്റ് ചെയ്ത് ലാർജ് നമ്പർ ഓഫ് H+ ഉണ്ടാക്കും. അപ്പോൾ ആ സൊല്യൂഷനിൽ മൊത്തത്തിൽ H+ന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. H+ന്റെ എമൗണ്ട് കൂടുതലാവുക പറഞ്ഞാൽ ആ സൊല്യൂഷൻ എന്താണെന്ന് അർത്ഥം? അസിഡിക് ആണെന്നാണ് അർത്ഥം. ക്ലിയർ? പെർഫെക്റ്റ്. ദെൻ ഇത് ഓക്കെ അല്ലേ? When sodium acetate is added to a solution of acetic acid. അസറ്റിക് ആസിഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്യാണ്. കോൺസെൻട്രേഷൻ ഓഫ് അൺഅയോണൈസ്ഡ് അസറ്റിക് ആസിഡ് ഇൻക്രീസസ്. സബ്സ്റ്റാൻഷിയേറ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. സംഭവം അത്രയല്ലേ? ഞാനൊരു ടംബ്ലർ എടുത്തു, അതിലേക്ക് ഞാൻ അസറ്റിക് ആസിഡും വാട്ടറും എടുത്തു, അക്വ സൊല്യൂഷൻ എടുത്തു. അപ്പോൾ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COH ആണ്. അത് CH3CO- ഉം H+ ആയിട്ടുണ്ടാവും, OH- ഉം H+ ആയിട്ട് വാട്ടർ ഉണ്ടാവും. ഇത് മുഴുവനായിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല കേട്ടോ. ഡിസോസിയേറ്റ് ചെയ്തത് ഞാൻ ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് എ വീക്ക് ആസിഡ്. ക്ലിയർ? ഇനി ഇതിലേക്ക് നമ്മൾ സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ ഈ CH3COHന്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്തു, ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്തെന്നാണ് ചോദിച്ചത്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോമൺ അയോൺ എഫക്റ്റ്. കോമൺ അയോൺ എഫക്റ്റ് എന്താണെന്ന് അറിയില്ലേ? ഇത്രേ ഉള്ളൂ. If we add small amount of strong electrolyte into a weak electrolyte, ആ സമയത്ത് സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് സംഭവിക്കും. അതിനെയാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോമൺ അയോൺ. വൃത്തിക്ക് പറഞ്ഞാൽ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദ അഡീഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോമൺ അയോൺ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോമൺ അയോൺ എഫക്റ്റ്. ഇവിടെ എടുത്ത വീക്ക് ഇലക്ട്രോലൈറ്റ് അല്ലേ, അതിൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യും. ദാറ്റ് മീൻസ് ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കും. എപ്പോ? ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യും. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോമൺ അയോൺ. രണ്ടിലും കോമൺ അയോൺ ഉള്ളത് കൊണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്.
by the addition of strong electrolyte due to the presence of common ion. This is what is called common ion effect. ആ സമയത്ത് നോക്കുക, ഇനി നിങ്ങൾ നോക്ക്, sodium acetate is added to a solution of acetic acid. The concentration of unionized acetic acid increases. അൺഅയോണൈസ്ഡ് ആയിട്ടുള്ള ഡിസോസിയേറ്റ് ചെയ്യാത്ത അസറ്റിക് ആസിഡിന്റെ എമൗണ്ട് കൂടുന്നുണ്ട്. അതിന്റെ കാരണമാണ് ചോദിച്ചത്, കോമൺ അയൺ എഫക്ട്. ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ദെൻ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് വരുന്നുണ്ട്. എന്താണ് ആസിഡ് എന്ന് പറഞ്ഞാൽ? അതാണ് ചോദിച്ചത്. ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് അബൌട്ട് ആസിഡ്. ആസിഡ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട്, നോക്കേ, ആസിഡ് എന്ന് പറഞ്ഞാൽ H+നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ബേസ് എന്ന് പറഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യുന്നത് ആണോ? സോറി, മാറിപ്പോയതാണ്. ആസിഡ് എന്ന് പറഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആള്, ബേസ് എന്ന് പറഞ്ഞാൽ H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ആരുടെ കോൺസെപ്റ്റ്? ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് അബൌട്ട് ആസിഡ് ആൻഡ് ബേസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HCl ഈസ് എ ബ്രോൺസ്റ്റഡ് ആസിഡ്, കാരണം അത് H+നെ ഡൊണേറ്റ് ചെയ്യും. അതേ സമയത്ത് OH- NH3 H2 ഒക്കെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, കാരണം അവർ H+നെ സ്വീകരിക്കും. ക്ലിയർ അല്ലേ? സിമ്പിൾ കോൺസെപ്റ്റുകളാണ്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, അല്ലാതെ വലിയ ക്വസ്റ്റ്യനുകളല്ല കേട്ടോ വരിക. എന്താണ്, വാട്ട് ഇസ് ദ റിയൽ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ബേസ്ഡ് ഓൺ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ ഇൻ ദിസ് കേസ്. ഈ റിയാക്ഷൻ്റെ കേസിൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിൽ ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ ഇതിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ഈ സിസ്റ്റത്തിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക? നമ്മൾ കുറേ ആൾക്കാരുണ്ട് നമ്മൾ, നിങ്ങൾ കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ചവിട്ടി ഒരു മതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടുത്തടുത്ത് വരും. കൂടുതൽ നമ്പറുള്ള ആൾക്കാർ ഇങ്ങനെ ഞെരുങ്ങി നമ്പർ കുറയുന്നതിലേക്കല്ലേ എത്തുക. അപ്പോൾ ഇവിടെ പ്രഷർ കൂട്ടിയാൽ നമ്പർ കൂടുതലുള്ള സൈഡിൽ നിന്ന് നമ്പർ കുറവുള്ള സ്ഥലത്തേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഈ സൈഡ് നോക്കുക, ഇവിടെ എത്ര നമ്പർ ഉണ്ട്? ഇവിടെ 3 ആൾ, ഇവിടെ ഒരാൾ, ടോട്ടൽ 4 ആൾ. ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ടോട്ടൽ 2 ആൾ. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? നമ്പർ കൂടുതലുള്ളിടത്തു നിന്ന് നമ്പർ കുറവുള്ളിടത്തേക്ക്. അപ്പോൾ നമ്പർ കൂടുതലുള്ള സാധനം നമ്പർ കുറവുള്ളിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കാനുള്ള സാധ്യത കൂടും, റിയാക്ടന്റിന്റെ എമൗണ്ട് കുറയും. ഇതാണ് സംഭവിക്കുക. നോക്ക്, ആസ് ദ പ്രഷർ ഇൻക്രീസസ് equilibrium will shift to lower number side, means formation of product increases. ലോവർ നമ്പർ സൈഡിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റിന്റെ ഫോർമേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ? ദെൻ എന്താണ് ബഫർ സൊല്യൂഷൻ? ദർ ആർ സർട്ടൺ സൊല്യൂഷൻ. ചില സൊല്യൂഷനുകളുണ്ട്, അവര് അതിലേക്ക് സ്മോൾ എമൗണ്ട് ആസിഡോ സ്മോൾ എമൗണ്ട് ബേസോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ pH എന്ത് ചെയ്യില്ല? ചേഞ്ച് ആവില്ല. There are certain solution which resist the change in pH by the addition of small amount acid or base. ചില സൊല്യൂഷനുകളുണ്ട്, അവരുടെ pH എന്താവില്ല? ചേഞ്ച് ആവില്ല, റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. ഏത് ആഡ് ചെയ്താൽ പോലും, സ്മോൾ എമൗണ്ട് ആസിഡോ ബേസോ ആഡ് ചെയ്താൽ പോലും അതിൻ്റെ pH ചേഞ്ച് ആവാതെ നിൽക്കും. ഇത്തരം സൊല്യൂഷനുകളെയാണ് ബഫർ സൊല്യൂഷനുകൾ എന്ന് വിളിക്കുന്നത്. ആസിഡ് ആഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അസിഡിക് ബഫറാണ്. ബേസ് ആഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബേസിക് ബഫറാണ്. 2 ടൈപ്പ് ബഫറാണ് ഉള്ളത്, അസിഡിക് ബഫർ ആൻഡ് ബേസിക് ബഫർ. ക്ലിയർ? അതാണ് എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്യേണ്ടത്. നമ്മളുടെ ബ്ലഡ് ബഫറാ, pH 7.4 ബ്ലഡിൻ്റെ ബഫർ സൊല്യൂഷനാ. അതിലേക്ക് കുറഞ്ഞ എമൗണ്ട് ആസിഡോ ബേസോ ഒന്ന് വന്ന് വിചാരിച്ചിട്ട് pH എന്താവില്ല? ചേഞ്ച് ആവില്ല. റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ഫോർ ദ ഫോളോയിങ് ബ്രോൺസ്റ്റഡ് ബേസ്. ഇതൊക്കെ ബ്രോൺസ്റ്റഡ് ബേസുകളാണ്. ഇതിൻ്റെ ഒക്കെ കോൺജുഗേറ്റ് ആസിഡ് ഏതാന്ന് എഴുതണം. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ വെരി സിമ്പിളാണ്. അതിലേക്ക് H+ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ആൻസർ നോക്കെ, NH2- ഉണ്ട്, NH3 ഉണ്ട്, HCO- ഉണ്ട്. ഇവരിലേക്ക് H+ ആഡ് ചെയ്താൽ ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിട്ട് മാറും. H+ ആഡ് ചെയ്താൽ നോക്ക്, NH2- ലേക്ക് H+ ആഡ് ചെയ്താൽ NH3 ആയി, NH3 H+ ആഡ് ചെയ്താൽ NH4+ ആയി, HCO- ലേക്ക് H+ ആഡ് ചെയ്താൽ HCOH. അപ്പോൾ ദ കോൺജുഗേറ്റ് ആസിഡ് ഫോർ ദ ഫോളോയിങ് ബ്രോൺസ്റ്റഡ് ബേസ്. ഇതൊക്കെ ബ്രോൺസ്റ്റഡ് ബേസ് ആണ്. ഇതിലേക്ക് കോൺജുഗേറ്റ് ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ അതിലേക്ക്
എച്ച് പ്ലസ് ആഡ് ചെയ്താൽ മതി. കോഞ്ചുഗേറ്റ് ബേസ് ചെയ്താന്ന് വെച്ചാൽ അവിടുന്ന് എച്ച് പ്ലസ് ഒഴിവാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. വിച്ച് കോഞ്ചുഗേറ്റ് ബേസ് ഈസ് സ്ട്രോങ്ങർ, CN മൈനസ് ഓർ F മൈനസ്? സാധാരണ ചോദിക്കാറുണ്ട്. ഇതിൽ ഏത് കോഞ്ചുഗേറ്റ് ബേസ് ആണ് സ്ട്രോങ്ങർ? വെരി സിമ്പിളാ. നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് പഠിക്കുന്നു വേണ്ട, രണ്ടും എടുക്കുക. CN മൈനസും F മൈനസും. അതിലേക്ക് എച്ച് പ്ലസ് ആഡ് ചെയ്യുക. ഇത് HCN ആയി, വീക്ക് ആസിഡാണ്. ഇത് HF ആയി, ഇത് സ്ട്രോങ് ആസിഡാണ്. ഒറ്റ കാര്യം പിടിച്ചു വെക്കുക കേട്ടോ. സ്ട്രോങ് ആസിഡ് നിന്നുണ്ടായ ബേസ്, കോഞ്ചുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. സ്ട്രോങ് ആസിഡ് നിന്നുണ്ടായ കോഞ്ചുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. വീക്ക് ആസിഡ് നിന്നുണ്ടായ കോഞ്ചുഗേറ്റ് ബേസ് സ്ട്രോങ് ആയിരിക്കും. നിങ്ങളോട് എന്താ ചോദിച്ചത്? വിച്ച് കോഞ്ചുഗേറ്റ് ബേസ് ഈ സ്ട്രോങ് എന്നല്ലേ? അപ്പൊ ഏതായിരിക്കും? CN മൈനസ്. ഐഡിയ കിട്ടിയോ? സിമ്പിൾ. ദെൻ അതിലൊന്നും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യരുതേ, ഒറ്റയടിക്ക് ആൻസർ ചെയ്ത് പോവാ. ഇഫ് pH ഓഫ് ദ സൊല്യൂഷൻ ഈസ് 7, കാൽക്കുലേറ്റ് ദ POH. ഒരു സൊല്യൂഷന്റെ pH 7 ആണ്. അപ്പൊ POH എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം pH പ്ലസ് POH ഈസ് ഈക്വൽ ടു 14 ആണെന്ന്. pH 7 ആണെന്നുണ്ടെങ്കിൽ 7 പ്ലസ് POH ഈസ് ഈക്വൽ ടു 14. POH ഈസ് ഈക്വൽ ടു 14 മൈനസ് 7 ഈസ് ഈക്വൽ ടു 7. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. ദെൻ കാൽക്കുലേറ്റ് ദ KSP ഓഫ് AgCl. സോളുബിലിറ്റി പ്രോഡക്റ്റ് AgClന്റെ KSP എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം? AgCl എടുക്കുക, Ag പ്ലസും Cl മൈനസും ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക, സോളുബിൾ ആവുക. അപ്പോൾ KSP എന്ന് പറഞ്ഞാൽ സോളുബിലിറ്റി പ്രോഡക്റ്റാ, കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് അയോൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് അയോൺ. ഇത് രണ്ടും S അല്ലേ വരുന്നത്, S ഇൻറ്റു S. അപ്പോൾ KSP എന്ന് പറഞ്ഞാൽ S² ആയിരിക്കും. ചില സമയത്ത് സോളുബിലിറ്റിയുടെ വാല്യൂ തരും, ആ വാല്യൂ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ KSP വാല്യൂ കിട്ടും. ക്ലിയർ? ചില സമയത്ത് KSP വാല്യൂ തരും, എന്നിട്ട് സോളുബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാറുണ്ട്. ഇനി നോക്കേ, വൈ ഡസ് ദ അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് നോട്ട് ചേഞ്ച് ദ ഇക്വിലിബ്രിയം? ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട്, അതിലേക്ക് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് നോട്ട് ഏബിൾ ടു ചേഞ്ച് ദ പാർഷ്യൽ പ്രഷർ ഓർ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷനിലേക്ക് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട്, അതിലേക്ക് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ അതിലെ പാർഷ്യൽ പ്രഷർ മാറൂല, അല്ലെങ്കിൽ അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ മാറൂല. ഇത് ഒന്നുകിൽ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ മാറിയാലാണ് അതിൻ്റെ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവുക. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ അത് മാറൂല, കാരണം അതുമായിട്ടൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പാർഷ്യൽ പ്രഷറോ അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷനോ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് എന്താവാത്തത്, ഇനേർട്ട് ഗ്യാസിൻ്റെ അഡീഷൻ എന്ത് സംഭവിക്കാത്തത്, ഇക്വിലിബ്രിയം ഷിഫ്റ്റിലേക്ക് ലീഡ് ചെയ്യാത്തത്. ക്ലിയർ? കാര്യം മനസ്സിലായോ? ഓക്കെ, എക്സാം ആണ്. ഏതെങ്കിലും ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഐ വിൽ ആൻസർ.